2011 സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ബിൽ വീണ്ടും കേന്ദ്രം തിരിച്ചയച്ചിരിക്കുകയാണ്. ബില്ലിൽ തീരുമാനമെടുക്കേണ്ടത് ഹരിത ട്രൈബ്യൂണലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം ബിൽ നൽകിയത്. ഇത് പ്ലാച്ചിമടയിൽ പ്രതിഷേധിക്കുകയാണ്. പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ കേന്ദ്ര സർക്കാർ ഒരു വട്ടം കൂടി തിരിച്ചയച്ചതോടെ കൊക്കക്കോള കമ്പനിക്കെതിരെ നാട്ടുകാർ നടത്തിയ സമരപരമ്പരകൾക്ക് വീണ്ടും തുടക്കമാവുകയാണ്. നഷ്ടപരിഹാരത്തിന് ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാനാണ് ബില്ല് തിരിച്ചയച്ച കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം നാട്ടുകാർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്ന് കോള കമ്പനിയെ രക്ഷിക്കാനാണ് എന്നാണ് സമരസമിതി പ്രവർത്തകർ ആരോപിക്കുന്നത്. പ്ലാച്ചിമട ജനതയോട് കൊടൂരമായിട്ടുള്ള വഞ്ചനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണാധികാരികൾ. ഇത് മൂന്നാം തവണയാണ് ബില്ല് തിരിച്ചയക്കുന്നത്, കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചയക്കുന്നത്. യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും പരിസ്ഥിതി മാത്രമല്ല അതിൽ ബന്ധപ്പെട്ടുള്ളത്. മനുഷ്യന്റെ ജീവനോപാധികളായിട്ടുള്ള ആരോഗ്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, തൊഴില്, അതുപോലെ തന്നെ കൃഷി, കുടിവെള്ളം, ഇതുപോലെയുള്ള നിരവധി മേഖലകളിലുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് ഗ്രീൻ ട്രിബ്യൂണലിൽ നിൽക്കുന്ന കേസല്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാച്ചിമട കൊക്കക്കോള കമ്പനി പ്രവർത്തനം തുടങ്ങുന്നതും മലിനീകരണം ഉണ്ടാക്കുന്നതും സമരം തുടങ്ങുന്നതുമായ കാലഘട്ടത്തിൽ ഗ്രീൻ ട്രിബ്യൂണൽ രൂപീകരിച്ചിട്ട് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഗ്രീൻ ട്രിബ്യൂണലിന്റെ പരിധിയിൽ ഇത് വരുന്നില്ല. ഇതിനെതിരെ ആദ്യഘട്ടമായി സെക്രട്ടേറിയറ്റിന് മുന്നിലും പിന്നീട് ഡൽഹിയിലേക്കും സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. 2002 മുതലാണ് കൊക്കക്കോളയ്ക്കെതിരെ നാട്ടുകാർ സമരം തുടങ്ങിയത്. അതിരൂക്ഷമായ സമര പരമ്പരകളെ തുടർന്ന് 1.5 വർഷത്തിനകം കമ്പനി പൂട്ടി. കൊടിയ വരൾച്ചയും ജലസ്രോതസ്സുകളുടെ നാശവും കമ്പനിയുടെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായതായി കണ്ടെത്തിയതോടെ നാശനഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സമരവും തുടങ്ങി. പ്ലാച്ചിമടയിലെ മണ്ണും വെള്ളവും കൃഷിയും മലിനമാക്കിയ കൊക്കക്കോള കമ്പനി 216 കോടി രൂപ പ്രദേശവാസികൾക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്ന് വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രൊഫസർ ജയകുമാർ അധ്യക്ഷനായ സമിതി കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തൽ അംഗീകരിച്ച കേരള നിയമസഭ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് 2011 ഏകകണ്ഠമായി പാസാക്കുകയും ചെയ്തു. ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് അയക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ബില്ലാണ് 3.5 വർഷത്തിന് ശേഷവും തീരുമാനമാവാതെ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാനാവശ്യപ്പെട്ട് കേന്ദ്രം വീണ്ടും തിരിച്ചയച്ചിരിക്കുന്നത്. കോള കമ്പനി പ്രവർത്തനം നിർത്തി 10 വർഷങ്ങൾക്ക് ശേഷവും പ്രദേശവാസികൾ സ്വന്തം വീട്ടുമുറ്റത്തെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇത് കോള കമ്പനിക്ക് സമീപത്തുള്ള മൈലമ്മയുടെ വീട്. സ്വന്തം വീട്ടുമുറ്റത്തെ കുടിവെള്ളം മലിനമായതിൽ പ്രതിഷേധിച്ച് ഒരു ബഹുരാഷ്ട്ര കമ്പനിക്കെതിരെ സമരത്തിന് തുടക്കമിട്ട മൈലമ്മയുടെ വീട്. അവരുടെ ഒരു മകനും ഭാര്യയുമാണ് ഇന്നിവിടെ താമസിക്കുന്നത്. കമ്പനി പ്രവർത്തനം നിർത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വെള്ളം വില കൊടുത്ത് വാങ്ങുകയാണത്രേ വീട്ടുകാർ. ഞങ്ങൾക്ക് വന്നിപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട്, പൈപ്പ് ലൈനൊക്കെ ഇട്ടിട്ട് അവർ മാസം പൈസ ഇപ്പോൾ 90 രൂപ വെച്ചിട്ടാണ് മേടിക്കുന്നത്. നമ്മുടെ കിണറ്റിൽ വെള്ളം കേടും വരുത്തിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പൈസ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങിച്ചേ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് ഒരു കാലത്ത് സർക്കാർ സ്ഥാപിച്ചു നൽകിയ മഴവെള്ള സംഭരണികൾ ഏറെക്കുറെ എല്ലാ വീടുകളിലും കാണാം. കാർഷിക മേഖല പോലും ഇനിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറിയിട്ടില്ലെന്ന് സ്വന്തം വിളകൾ ചൂണ്ടിക്കാണിച്ച് കർഷകർ പറയുന്നു. ഈ വരുന്ന ജനുവരി 25-ന് തിരുവനന്തപുരത്തും അതിൽ തീരുമാനമായില്ലെങ്കിൽ അടുത്ത പാർലമെന്റിന്റെ സമ്മേളന സമയത്ത് ഡൽഹിയിലും കോളയ്ക്കെതിരെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടരാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. ദൂരദർശൻ ന്യൂസിന് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.